അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ട് നമ്പറിൻ്റെ ഡിറ്റർമിനേഷനാണ്. ഹിറ്റ് ഓഫ് മെത്തേഡ് വെച്ചിട്ടുള്ള ഡിറ്റർമിനേഷൻ. ഫസ്റ്റ് മെത്തേഡ് ഹിറ്റ് ഓഫ് മെത്തേഡാണ്. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഫാൾ ഇൻ കോൺസെൻട്രേഷൻ അറൗണ്ട് ആൻ ഇലക്ട്രോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് ദ അയൺ ദാറ്റ് മൂവ്സ് എവേ ഫ്രം ദ ഇലക്ട്രോഡ്. ഇപ്പോൾ താഴത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് കാറ്റയോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫാൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ദ ആനോഡ്. സ്പീഡ് ഓഫ് ആനോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഫാൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ദ കാഥോഡ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോമിൽ എഴുതാം. എന്താ എഴുതുക? ടോട്ടൽ ട്രാൻസ്പോർട്ട് നമ്പർ എന്താ വരിക? 1 ആണ് വരിക. അപ്പോൾ ടി മൈനസ് ട്രാൻസ്പോർട്ട് നമ്പർ ക്യാരിഡ് ഔട്ട് ബൈ കറണ്ട് ക്യാരിഡ് ഔട്ട് ബൈ ആനയോൺസ് ആകുമ്പോൾ ടി മൈനസ് ആണ് നമ്മൾ എഴുതുക. അതെന്താണ്? 1 മൈനസ് ടി പ്ലസ് ആണ് വരിക. ഇനി ഇവിടുത്തെ മെത്തേഡ് എന്താണ്? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അപ്പാരറ്റസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ അപ്പാരറ്റസ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ലയൻസ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം എന്ത് ചെയ്യുമെന്ന് മനസ്സിലുണ്ടാവുക. അപ്പോൾ നോക്കാം. ഇൻ ഹിറ്റ് ഓഫ് മെത്തേഡ് 2 vertical glass tubes containing the electrodes constitute the anode and cathode compartments. ഇപ്പോൾ 2 വെർട്ടിക്കൽ ട്യൂബ് ഉണ്ട്. 2 വെർട്ടിക്കൽ ട്യൂബിൽ ഓരോ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് ആനോഡും ഒന്ന് കാഥോഡുമായിട്ടാണ് ആക്ട് ചെയ്യുക. ദ ഇലക്ട്രോഡ്സ് ആർ സീൽഡ് ത്രൂ ദ ബോട്ടം ഓഫ് നാരോ ഗ്ലാസ് ട്യൂബ്സ്. എന്താണ്? ഗ്ലാസ് ട്യൂബ് അവിടെ സീൽഡ് ആണ്. അതിലേക്ക് എന്തില്ല? അടിഭാഗം സീൽഡാണ്. താഴത്തേക്ക് ഒഴുകി പോകുന്ന ഒന്നുമല്ല. Some mercury is placed in these tubes for making electrical contact. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെർക്കുറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദ ഇൻ്റർമിക്സിംഗ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ദ 2 electrode compartments is prevented by separating them by means of a middle compartment consisting a U-tube having stop cocks at the top of the limb. അപ്പം ഈ ആനോഡ് കാഥോഡിൻ്റെ നടുവിലായിട്ട് അവരുടെ ഒരു സെപ്പറേഷൻ പോലെ എന്താണ്? ഒരു യു ട്യൂബ് ഷേപ്പ്ഡ് എന്താണ്? ഒരു സ്റ്റോപ്പ് കോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. എ കോപ്പർ വോൾട്ടമീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ എ സീരീസ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ സൊല്യൂഷൻ. ഇപ്പോൾ ഒരു കോപ്പർ വോൾട്ടമീറ്റർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഇൻ ഇറ്റ് ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് വിൽ ഗീവ് ദ മെഷർ ഓഫ് ടോട്ടൽ കറണ്ട് പാസ്ഡ് ഓർ ടോട്ടൽ ഫാൾ ഇൻ ദ കോൺസെൻട്രേഷൻ അറൗണ്ട് ദ കാഥോഡ് ആൻഡ് ആനോഡ്. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന സമയത്ത് എത്ര കോപ്പർ അവിടെ ഡെപ്പോസിറ്റ് ആയി എന്നുള്ളതാണ് എന്ത്? അവിടുത്തെ കറണ്ടിൻ്റെ അളവായിട്ട് നമ്മൾ എടുക്കാം. അപ്പം സപ്പോസ് ഇറ്റ് റിക്വയർഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് സിൽവർ നൈട്രേറ്റ് ഇൻ AgNO3. ഡൈല്യൂട്ട് AgNO3 സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ഫിൽഡ് ഇൻ ദ അപ്പാരറ്റസ്. അപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആണ് എന്ത്? നമ്മളതിൽ ഫിൽ ചെയ്യാം. ദ ഇലക്ട്രോഡ്സ് മെയ്ഡ് ഓഫ് എയ്തർ പ്ലാറ്റിനം ഓർ പ്യുവർ സിൽവർ ആർ യൂസ്ഡ്. അപ്പോൾ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ പ്ലാറ്റിനം ആയിരിക്കും അല്ലെങ്കിൽ പ്യുവർ സിൽവർ ആണ് യൂസ് ചെയ്യുക. എ കറണ്ട് ഓഫ് 0.01 to 0.02 ampere is passed for about 2-3 hours, so that is measurable. The change in the concentration occurs around each electrode. The solution from the anode compartment then run out into a weighed beaker and the weight of the solution is determined. So the weight of copper deposited in the copper voltmeter is also noted. അപ്പോൾ അതിൽ എത്ര കോപ്പർ അവിടെ ഡെപ്പോസിറ്റായി, ഇലക്ട്രോസിസ് നടക്കുന്ന സമയത്ത് എത്ര കോപ്പർ അവിടെ ഡെപ്പോസിറ്റായി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എന്ത്? അവിടുത്തെ ഒഴുകിയ കറണ്ടിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അതേപോലെ ട്രാൻസ്പോർട്ട് നമ്പർ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണ്? മൂവിങ് ബൗണ്ടറി മെത്തേഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിൻ്റെ ചിത്രം വരുന്നത് ഇതാണ്. മൂവിങ് ബൗണ്ടറി മെത്തേഡ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇൻ മൂവിങ് ബൗണ്ടറി മെത്തേഡ് the motion of ions under the influence of an applied potential is observed directly. എങ്ങനെയാണ്? based on noting the movement of a visible boundary between 2 electrode solution. അപ്പോൾ നമുക്ക്
രണ്ട് ഇലക്ട്രോഡ് സൊല്യൂഷൻ്റെ ഒരു ബൗണ്ടറി നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഇതിൽ കാണാനായിട്ട് പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ്, let us consider the determination of transport number of H plus ions in the hydrochloric acid. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മെത്തേഡ് വഴി നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് H പ്ലസ് അയോൺസിൻ്റെ ട്രാൻസ്പോർട്ട് നമ്പറാണ് കണക്കാക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ H പ്ലസ് അയോൺസിൻ്റെ ആവാം, അല്ലെങ്കിൽ Cl മൈനസിൻ്റെ ആവാം, ഏതും നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുന്നപ്പോൾ H പ്ലസ് അയോൺസിൻ്റെ ട്രാൻസ്പോർട്ട് നമ്പറാണ്. ഇപ്പോൾ ദ അപ്പാരറ്റസ് യൂസ്ഡ് എന്താണ് 1.8 കാണിച്ചിരിക്കുന്ന ഇതാണ് ട്രാൻസ്പോർട്ട് നമ്പർ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന apparatus. The cell consists of a tube mounted vertically and filled with cadmium chloride solution and hydrochloric acid solution. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്, ഒന്ന് കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷൻ, മറ്റേത് hydrochloric acid solution. The concentration of these two solutions are adjusted such that HCl solution is lighter and floats on cadmium chloride solution. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് HCl സൊല്യൂഷൻ എന്ത് ചെയ്യും, കുറച്ച് ലൈറ്ററായിട്ടും കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷൻ കുറച്ച് ഹയർ കോൺസെൻട്രേഷനിലാണ് നമ്മൾ വയ്ക്കുക. അതായത് കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, HCl സൊല്യൂഷൻ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദെർബൈ പ്രൊഡ്യൂസിങ് എ ഷാർപ്പ് വിസിബിൾ ബൗണ്ടറി ജംഗ്ഷൻ ഓഫ് ദിസ് ടു സൊല്യൂഷൻ. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മുകളിൽ എന്ത് HCl സൊല്യൂഷനും താഴത്ത് എന്താണ് കാഡ്മിയം ക്ലോറൈഡ് സൊല്യൂഷനും. ഇപ്പോൾ HCl ഈസ് കാൾഡ് ആസ് പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റും കാഡ്മിയം ക്ലോറൈഡിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റുമായിട്ടാണ് പറയുക. The cathode inserted at the top of a platinum foil and the anode at the bottom is stick of cadmium metal. ഇപ്പോൾ കാഥോഡ് എവിടെയാണ്, ടോപ്പിൽ ഇൻസേർട്ട് ചെയ്ത കാഥോഡും അതേപോലെ മുകളിൽ ഇൻസേർട്ട് ചെയ്തത് കാഥോഡ് ഏതാണ്, പ്ലാറ്റിനം ഫോയിലാണ്. താഴത്ത് ഇൻസേർട്ട് ചെയ്ത ആനോഡ് എന്താണ്, അത് കാഡ്മിയം മെറ്റലാണ്. അപ്പോൺ പാസിങ് എ സ്മാൾ കറണ്ട് ത്രൂ ദ സെൽ, the chloride ions move downwards towards the cadmium anode. At the same time, H plus ions followed by the cadmium 2 plus ions move upward towards the platinum cathode. ഇപ്പോൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ക്ലോറിൻ താഴത്തേക്കും H പ്ലസ് എന്താണ് മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യും. Cd2 പ്ലസിനൊപ്പം കാഡ്മിയം 2 പ്ലസിനൊപ്പം H പ്ലസ് എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. The boundary between the two solutions also move upward. അതായത് A ഡാഷ് എന്ന് പറഞ്ഞ ബൗണ്ടറിയിൽ നിന്ന് എന്താണ് B ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൗണ്ടറി ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ കറണ്ടിനെ മെഷർ ചെയ്യുക. ട്രാൻസ്പോർട്ട് നമ്പർ അങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ആദ്യം നോക്കുന്ന സമയത്ത് കാഡ്മിയം ക്ലോറൈഡ് താഴത്തും HCl മുകളിലായിരുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള ബൗണ്ടറി എന്താണ്, താഴെ ഉണ്ടായിരുന്ന ബൗണ്ടറി മുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ദ ബൗണ്ടറി മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് L, that cross-sectional area of the middle portion is A, then volume swept out by the boundary is LA. ഇപ്പോൾ നമ്മൾ H പ്ലസ് അയൺസിൻ്റെ ട്രാൻസ്പോർട്ട് നമ്പർ കാണുകയാണെന്ന് വെച്ചെങ്കിൽ VC/1000 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അല്ല C എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എന്താണ്, C എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ദ ആസിഡ് സൊല്യൂഷനാണ് C എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ക്യാരിഡ് ബൈ ഈച്ച് gram equivalent of ion is obviously 1 Faraday. അപ്പോൾ ആ ഒരു റിയാക്ഷൻ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ കാണുന്നത്. ഇനി വരുന്ന ആപ്ലിക്കേഷൻസ് ഓഫ് കുറച്ച് കോളറേഷൻസിലൂടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ്, കാൽക്കുലേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് സൊലബിലിറ്റീസ് ആൻഡ് സൊലബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് സ്പാരിംഗ്ലി സൊലബിൾ സാൾട്ട്, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കോളറേഷൻസിൽ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഈ 3 എണ്ണം, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സൊലബിലിറ്റി ആൻഡ് സൊലബിലിറ്റി പ്രൊഡക്റ്റ്, പിന്നെ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ, ഇതെല്ലാം എന്താണ് എസ്എ ടൈപ്പായിട്ട് ചോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി 2 സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൽ 3 എണ്ണം കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.